നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 461 461. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ഇതം ശരീരം മമ ദുർവിഭാവ്യം സത്വാം ഹി മേ ഹൃദയം യത്ര ധർമ്മ പൃഷ്ടേ കൃതോ മേ യദധർമ്മ ആരാത് അതോ യതോ ഹി മാമൃഷഭം പ്രാഹുരാര്യ എന്നാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, എൻ്റെ ഈ ശരീരം, ശ്രദ്ധിക്കണം, എൻ്റെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഊഹിച്ചറിയുവാൻ തക്കതല്ല. പിന്നെയോ എൻ്റെ മനസ്സ് സത്വഗുണമാകുന്നു. രജോ ഗുണം തമോ ഗുണം പറ്റില്ല, സത്വഗുണമാവണം. പിന്നെയോ അതിൽ ധർമ്മം എന്തുകൊണ്ടെന്നാൽ അധർമ്മം എന്നാൽ ദൂരത്തിൽ പിൻഭാഗത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധർമ്മമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ആര്യന്മാർ, അതായത് ഇന്ത്യയിൽ വസിക്കുന്ന, ഭാരതത്തിൽ വസിക്കുന്നവരെയാണ് ആര്യന്മാരെന്ന് പറയാം. എന്നെ ഉത്കൃഷ്ടനെന്ന് പറയുന്നു. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഉത്കൃഷ്ടരാണ് എന്നറിയുന്നത് കൊണ്ടാണ് നമ്മളെ ബഹുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭാരതത്തെ ബഹുമാനിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാരതത്തിലത്തെ തത്വശാസ്ത്രങ്ങളെ പ്രകീർത്തിക്കുകയും അതിനെ അനുകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഭൂലോക ജനതയ്ക്ക് മുന്നിൽ നമുക്ക് നമസ്കരിക്കാം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. പുത്രന്മാർക്ക് മോക്ഷധർമ്മത്തെ, വേറെ ഒന്നുമില്ല, ലൗകികത്തിനെ പറ്റിയിട്ടൊന്നും വേണ്ട, അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ മോക്ഷധർമ്മത്തെ ഉപദേശിച്ചതിന് ശേഷം സഹോദരന്മാർക്ക് തമ്മിൽ സൗഹാർദ്ദമുണ്ടാവാനും സ്പർദ്ധാദി ദോഷങ്ങൾ ബാധിക്കാതിരിക്കാനും വേണ്ടി അവരുടെ ജന്മവിശേഷത്തെ ധരിപ്പിച്ചും കൊണ്ട് ഉപദേശിപ്പാൻ ജനകനായ തൻ്റെ അപ്രാകൃത വൈഭവത്തെ ധരിപ്പിക്കുന്നു. അപ്രാകൃത വൈഭവം എന്ന് പറഞ്ഞാൽ പ്രാകൃതമല്ലാത്തത് എന്നർത്ഥം, ഡിവൈൻ എന്നർത്ഥം പറയണം. എൻ്റെ ഈ ശരീരം പ്രാകൃതന്മാരുടെ ശരീരം പോലെ പ്രാരബ്ധകർമ്മത്തിൻ്റെ അധീനതയ്ക്ക് നിമിത്തം ഉണ്ടായതല്ല. കാരണം എന്താ? ഭഗവാൻ തന്നെ സ്വയം ജനിച്ചതാണ്, ഭഗവത് അംശമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പിന്നെ പറഞ്ഞു, എൻ്റെ ഇച്ഛ തന്നെ ഇതിന് കാരണം. ഞാൻ എന്താ ആഗ്രഹിക്കണോ അത് ഞാനായി തീരും, നിങ്ങളും അതെ. അപ്പോൾ ധർമ്മം അധർമ്മം വ്യത്യസ്തപ്പെട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ധർമ്മമാണെന്ന് വിചാരിച്ചിട്ട് അധർമ്മത്തെ പ്രാപിച്ചാലത്തെ സ്ഥിതി എന്താ? കയറാണെന്ന് വിചാരിച്ച് ചുരുണ്ട് കിടക്കുന്ന പാമ്പിനെ പിടിച്ചാലത്തെ സ്ഥിതി എന്താ? ഇതാണ് ചോദ്യം. അപ്പോൾ പറയണു, അതിനാൽ ഇതെങ്ങനെയുണ്ടായതെന്ന് മറ്റുള്ളവർക്ക് അറിവാൻ തക്കതായ ഒന്നല്ല. കാരണം എന്താ? ഈശ്വരാധീനമുള്ളവർക്ക് ഇതറിയുള്ളൂ. ഈശ്വരാധീനമുള്ളവരോട് ഇത് പറഞ്ഞിട്ടും കാര്യമുള്ളൂ. അപ്പോൾ എൻ്റെ ഹൃദയമോ കർമ്മവാസനയോട് കൂടിയിട്ടല്ല. എൻ്റെ ഹൃദയത്തിലെ കാമ്യകർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. യാതൊന്നിൽ പരിശുദ്ധമായ ഭഗവത് ധർമ്മം നീളിച്ചിരിക്കുന്നുവോ, ഭഗവത് ധർമ്മം മാത്രം, ടു ബി കൈൻഡ് ടു ആൾ എന്നുള്ളത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ശുദ്ധമായ ആ സത്വഗുണം തന്നെയാകുന്നു. സത്വഗുണം, സത്വത്തിൻ്റെ ഗുണം. ആരാ സത്വം? ഭഗവാൻ. സത്താമാത്രനായിട്ടുള്ളതാരാ? ഭഗവാൻ മാത്രം. അതിനാൽ അധർമ്മത്തെ ഞാൻ ദൂരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതിനെ അറിഞ്ഞിരിക്കുന്ന എൻ്റെ പിതാവ് മുതലായ ജ്ഞാനികൾ എന്നെ ഋഷഭൻ, ഉത്കൃഷ്ടൻ എന്ന് വിളിക്കുന്നു. എൻ്റെ നാമധേയം സങ്കല്പ ശബ്ദമല്ല, അന്വർത്ഥമാകുന്നു. സങ്കല്പമല്ല, അന്വർത്ഥം, അർത്ഥം വരുന്നതാണ്.
20ാമത്തെ ശ്ലോകം. ഇനിയൊക്കെ ഒരു 4-5 ശ്ലോകം 4 വരി ശ്ലോകങ്ങളാണ്. തസ്മാത് ഭവന്തോ ഹൃദയേന ജാതാ സർവേ മഹീയാം സമമും സനാഭം അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം ശുശ്രൂഷണം തദ്ഭരണം പ്രജാനാം. അതു ഹേതുവായിട്ട് എൻ്റെ ഹൃദയത്താൽ ജനിച്ച നിങ്ങൾ സർവരും ശ്രേഷ്ഠനും ജ്യേഷ്ഠനുമായ ഈ ഭരതനെ മത്സരബുദ്ധി കൂടാതെ, അവിടെയാണ് പ്രശ്നം, മത്സരബുദ്ധി കൂടാതെ ഭജിക്കുവിൻ. അത് എൻ്റെ ശുശ്രൂഷയും പ്രജകളുടെ പരിപാലനവും ആകുന്നു. സഹോദരന്മാർ മത്സരബുദ്ധി ഇല്ലാതെ കൊണ്ട് ജീവിച്ചാൽ അതായിരിക്കും പിതൃകടം വീട്ടാനുള്ള ഏറ്റവും വലിയ കാര്യം. അല്ലാതെ കൊണ്ട് ഞാൻ മഹാലക്ഷ്മിയാണ്, നീ സരസ്വതിയാണെന്നൊന്നും പറയരുത്. കാരണം എന്താ, അത് എല്ലാം ഒന്നാണ്. മഹാലക്ഷ്മിയേക്കാൾ വലുതാണ് സരസ്വതി. മഹാലക്ഷ്മി ചഞ്ചലുള്ളവളാണ്, വരും പോവും. സരസ്വതി അങ്ങനെയല്ല, ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ തിരിച്ചു പോവില്ല. ആ വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറയാ? ഞാൻ സർവശ്രേഷ്ഠനായതിനാൽ, ഋഷഭൻ ധർമ്മിഷ്ഠന്മാരെയാണ് സർവശ്രേഷ്ഠൻ എന്ന് പറയാം, എൻ്റെ ധർമ്മസ്വരൂപമായ ഹൃദയത്തിൽ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം പൈങ്കിളി സാഹിത്യം സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. പിന്നെയോ ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും ആർത്ത് തിമിർത്ത് കളിക്കേണ്ട സ്ഥലമാണ് ഏത്? അവരവരുടെ ഹൃദയം. അപ്പോൾ ധർമ്മസ്വരൂപമായ ഹൃദയഭാഗത്തോടുകൂടി ജനിച്ചിരിക്കുന്ന നിങ്ങളേവരും ഗുണങ്ങളാൽ ഉത്കൃഷ്ടനും വയസ്സിനാൽ ജ്യേഷ്ഠനുമായ ഈ ഭരതനെ മത്സരബുദ്ധി കൂടാതെ സേവിക്കുവിൻ. അങ്ങനെ ചെയ്യുന്നത് തന്നെ എൻ്റെ ശുശ്രൂഷയും പ്രജാപരിപാലനവും. ഇതെല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. ആരൊക്കെ ഈ ഭാരതത്തിലുണ്ടോ അവർക്കുള്ളൊരു ഉപദേശമാണത്. ഇനി അതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ടുണ്ട്. ജ്യേഷ്ഠപുത്രനായ ഭരതൻ്റെ ആജ്ഞയെ അനുസരിച്ച് പ്രജാപരിപാലനം ചെയ്യണം. സ്വതന്ത്രതയാ ചെയ്യരുത്, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യരുതെന്ന്. എല്ലാവരും ഈ സ്വതന്ത്രതയ്ക്ക് വേണ്ടിയിട്ടാണ് ന്യൂക്ലിയർ ഫാമിലികൾ ഉണ്ടാക്കുന്നത്. ആ ന്യൂക്ലിയർ ഫാമിലിയിൽ മുടിചൂടാമന്നന്മാരായിട്ട് ദുഃഖത്തെ സ്വയം അനുഭവിക്കുകയാണ്. കാരണം കൂട്ടുകുടുംബമാണെങ്കിൽ ഇത്ര ദുഃഖം ഉണ്ടാവില്ല ആൾക്കാർക്ക്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ആജ്ഞാനുസരണം ചെയ്യുന്നതായാൽ, ഒരാളുടെ ആജ്ഞാനുസരണം, ഒരു ഗൃഹനാഥനോ ഒരു ഗൃഹനാഥയോ ഉണ്ടായാൽ നിങ്ങൾ എന്നെ സേവിച്ചുവെന്നും ധരിക്കുവിൻ. ഭഗവാനെ സേവിക്കാൻ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല ഒരു കണക്കിന്. പിന്നെയോ അവരവരുടെ ഉറ്റവരെയും ഉടയവരെയും മര്യാദയോട് കൂടിയിട്ട് അവരെ സേവിച്ചാൽ തന്നെ നല്ല ഗുണമായി എന്നാണ് പറഞ്ഞത്. ഇനി 21, ഭൂതേഷു വീരുഭ്യ ഉദുത്തമായേ സരീസ്യവാസ്തേഷു സബോധനിഷ്ഠാം തതോ മനുഷ്യ ഭ്രമദാസ്തതോപി ഗന്ധർവസിദ്ധാ വിബുധാനുഗായേ. എന്താണ് വാക്കർത്ഥം പറയാം? ഭൂതങ്ങളിൽ, അതായത് ജീവജാലങ്ങളിൽ യാതൊരുവൻ ജംഗമങ്ങളോ അവ സ്ഥാവരങ്ങളെക്കാൾ അധികം ശ്രേഷ്ഠങ്ങൾ, അവയിൽ വെച്ച് ബോധത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നവരും അവയേക്കാൾ മനുഷ്യരും അവരെക്കാട്ടിലും ഭൂതപ്രേതങ്ങളും ദേവന്മാരും അനുഗാമികളായ യാതൊരു ഗന്ധർവസിദ്ധന്മാരും ഉത്തരോത്തരം ഉത്തമന്മാരാകുന്നു. അതായത് ഏതിൻ്റെ പേരിലാണെങ്കിലും ശരി, ധാർമ്മികമായി ജീവിക്കുന്നവരൊക്കെ ശ്രേഷ്ഠന്മാരാണ്. അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഭ്രാതൃഭക്തിയെ ഉപദേശിച്ച ശേഷം ബ്രാഹ്മണ ഭക്തി ഉണ്ടായിരിക്കണം എന്ന് ഉപദേശിപ്പാൻ ഭാവിക്കുന്ന ഭഗവാൻ ഋഷഭദേവൻ ബ്രാഹ്മണരുടെ സർവോത്തമത്വത്തെ
വെളിപ്പെടുത്തിയും കൊണ്ട് ഉപദേശിക്കുന്നു. അതായത് അവർ എല്ലാവരും എല്ലാം നേടിയിട്ടുള്ള ആൾക്കാരാണ്. അവരോട് കശപിശയ്ക്ക് പോകരുത്. അവരെ ക്രോധിച്ച് ഒരു മനസ്സോടുകൂടി നമ്മുടെ നാമധേയം ഒന്ന് ധരിച്ചാൽ നമ്മൾ ഭസ്മവും. അതാണ് സത്യം. അപ്പം ഇനി അതിൻ്റെ വേറൊരു ഭാഗം പറയുന്നുണ്ട്. മൃത്പാഷാണാദികളായ സർവവും ഭൂതങ്ങൾ തന്നെ. മൃത്ഭൂഷണാദികൾ വൃക്ഷവർഗം മൃത്പാഷണാദികളാൽ ശ്രേഷ്ഠങ്ങൾ, അതിനേക്കാൾ ശ്രേഷ്ഠങ്ങളാണ് വൃക്ഷലതാദികൾ. സഞ്ചരിക്കുന്ന ജഗ്മവർഗത്തിൽ ഉൾപ്പെടുന്ന വൃക്ഷത്തേക്കാൾ സ്ഥാവരങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ്. പിന്നെ ബോധത്തോടു കൂടിയ പശുവാദികൾ, ഇഴജന്തുക്കൾ അവരെക്കാൾ ശ്രേഷ്ഠങ്ങൾ. ഭൂതപ്രേതാദികൾ ശ്രേഷ്ഠന്മാർ. ദേവവർഗത്തിൽ ഉൾപ്പെടെ ഗന്ധർവന്മാർ, സിദ്ധന്മാർ മുതലായവർ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ 23-ാമത്തെ ശ്ലോകം നോക്കാം. എന്താ 23-ാമത്തെ ശ്ലോകം? ദേവാസുരേഭ്യോ മഘവൽ പ്രധാന ദാക്ഷാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവപരസോ അധ വിരിഞ്ച വീര്യ സമത്പരോ അഹം ദ്വിജദേവദേവാം. എന്താണെന്ന് പറയാ? അസുരന്മാരെക്കാൾ ഇന്ദ്രനാകുന്ന പ്രധാനനോടുകൂടിയ ദേവന്മാർ, അവരിൽ വച്ച് ബ്രഹ്മപുത്രന്മാരായ ദക്ഷൻ മുതലായവർ ശ്രേഷ്ഠരാണ്. അവരിൽ ശിവൻ ശ്രേഷ്ഠൻ ആണ്. അവൻ ബ്രഹ്മവീര്യത്തിൽ നിന്നും, ബ്രഹ്മാവിൻ്റെ വീര്യത്തിൽ നിന്നും ജനിച്ചവനാണ്. അവൻ എന്നെ ആശ്രയിക്കുന്നവൻ. നമ്മൾ ആശ്രയിച്ചില്ലേ അറിയേണ്ട ആവശ്യമില്ല. ശിവക്ഷേത്രങ്ങളെ നമ്മൾ ആശ്രയിച്ചില്ലയോ, പക്ഷേ ശ്രീഹരി ചെയ്യുന്നുണ്ടെന്നർത്ഥം. അതുകൊണ്ടാണ് പിന്നെ ബ്രഹ്മവീര്യജാതനാകയാൽ ബ്രഹ്മാവ് പരമശിവനേക്കാൾ ശ്രേഷ്ഠൻ. ബ്രഹ്മാവാകട്ടെ വിഷ്ണുവായ എന്നെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠൻ. എന്നാൽ ഞാനോ ബ്രാഹ്മണന്മാരിൽ വെച്ച പൂജ്യന്മാരായവരെ പൂജിക്കുന്നവൻ. അതിനാൽ ബ്രാഹ്മണൻ എന്നൊക്കെ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരാണ്. അപ്പോൾ അവിടെ ആരാ ബ്രാഹ്മണരെ? വേദങ്ങളും പിന്നെ ഉപദേവങ്ങളും ഉപനിഷത്തുകളൊക്കെ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയാം. അപ്പോൾ 23-ാമത്തെ ശ്ലോകം എങ്ങനെയാണ്? ന ബ്രാഹ്മണേ സ്തുലയേ ഭൂതമന്യത് പശ്യാമി വിപ്രാക്കിം അത പരം പാം യസ്മിൻ നൃഭി ബഹു പ്രഹുതം ശ്രദ്ധയാഹ മകൾ നാമ്യകാമം ന തഥാഗ്നിഹോത്രേ. അതായത് ബ്രാഹ്മണരോട് അന്യഭൂതത്തെ ഞാൻ തുല്യമാക്കുന്നില്ല. കാരണം അവർ സുപ്രീമാണ്. കാരണം അവരെ കുറേ കൂടി മര്യാദ തൽപരന്മാരാണ്. ഹേ ബ്രാഹ്മണരെ, അവരിൽ മീതെ ഞാൻ കാണുന്നില്ലെന്ന് പറയണമോ? യാതൊരുവനിൽ മനുഷ്യരാൽ ശ്രദ്ധയോടുകൂടി ഹോമിക്കപ്പെടുന്നതും യഥേഷ്ടം ഭുജിക്കുന്നേൻ അഗ്നിഹോത്രത്തിൽ ആ വിധമല്ല എന്നങ്ങനെ ഒരു പരിക്കൻ മറ്റില്ല പറയാം ഈ വാക്കാർത്ഥങ്ങൾ. ഇനി അതിൻ്റെ ഫോം എങ്ങനെയാണ് വരുന്നത്? ബ്രാഹ്മണരോട് സദൃശമായിട്ട് അന്യമായ യാതൊന്നിനെയും ഞാൻ കാണുന്നില്ല. ബ്രാഹ്മണരോട്, യഥാർത്ഥ ബ്രാഹ്മണരോട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെക്കാൾ ഉത്കൃഷ്ടന്മാരെ കാണുന്നില്ലെന്ന് പിന്നെ പറയണമെന്നില്ലല്ലോ. എന്തെന്നാൽ മനുഷ്യൻ ആ ബ്രാഹ്മണരിൽ ശ്രദ്ധാപൂർവം സമർപ്പിക്കുന്നതിനെ ഞാൻ ഏതുവിധം സ്വീകരിക്കുന്നുവോ അഗ്നിയിൽ ഹോമിക്കുന്നതിനെ അതുപോലെ സ്വീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം.